നമ്മള് 4 രൂപ ചോദിക്കുന്നതിലും കുറച്ച് കൊടുക്കാം. 4 രൂപയാണ് ചോദിക്കുന്നത്, വില കുറച്ചെടുക്കും. ഓക്കെ, നല്ല കിരുമത്തിന്റെ വണ്ടിയല്ലേ? അടിപൊളി വണ്ടിയാ. 3.25 രൂപ ചോദിക്കുന്നുണ്ട്, നമുക്കൊരു 3 രൂപ ലെവൽ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3 രൂപ ചോദിക്കുന്നതിന് പൊട്ടിച്ചു കൊടുക്കാം. 3 രൂപ പൊട്ടിച്ചു കൊടുക്കാം. ബ്രോ ഇത് നമ്മൾ 80 രൂപ ചോദിക്കുന്നുണ്ട്, 75 രൂപക്ക് നമുക്ക് കൊടുക്കല്ലേ? 80 ആസ്കാണ്, 75 പൊട്ടിച്ചും കൊടുക്കാം. MPFA ആണ്, അതും AC വർക്കിംഗ് ആണോ? 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ തിരൂരിലെ അൽഹംദ് യൂസർ കാറിലാണ്. ഇപ്രാവശ്യം വാഹനങ്ങളൊക്കെ വില പൊട്ടിച്ചു കൊടുക്കുക, അതായത് വിറ്റ് കാലിയാക്കൽ. ഇവിടെ ഇവര് പിന്നെ മോഡൽ കൂടിയ വണ്ടികൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്റ്റോക്കുകൾ വെച്ചാൽ പുതിയ സ്റ്റോക്ക് തന്നെ, പഴയ സ്റ്റോക്കല്ല. നമ്മൾ അന്ന് 1-2 വീടൊക്കെ ചെയ്തിന്, അതിലുള്ള സാധനങ്ങളൊക്കെ വിറ്റ് തീർന്നു ഒക്കെ പോയി, ഏകദേശം സോൾഡ് ആയിട്ടുണ്ട്. 5-8 സ്കോർപിയോ ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ ഞാൻ കാണുന്നത് ഒക്കെ പുതിയ കേറിയ വണ്ടികളാണ്. അപ്പോ ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ്. അതില് 7 സീറ്റ് ഉൾപ്പെടുന്നുണ്ട്. അതായത് ഒരു ഇന്നോവ കാർ ഉണ്ട്, 3 ലക്ഷം രൂപ സാധനം കിട്ടും. ഫുള്ള് ഒരുപാട് ഫിറ്റ് കയറിയ വണ്ടി, അതായത് വിയിലേക്ക് കൺവേർട്ട് ആക്കിയ വണ്ടിയാണ്. പിന്നെ ഒരു ബൊലേറോ ഉണ്ടല്ലോ, മഹീന്ദ്ര സ്കോർപിയോ, അതും നല്ല വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഓരോ വണ്ടിയായിട്ട് കാണിച്ചു തരാം, സമയം നമുക്ക് ലേറ്റ് ആക്കണ്ട. ഇത് ലൊക്കേഷൻ എങ്ങനെയാണ് പറയണ്ടേ? നമ്മളെ തിരൂന്ന് വരുമ്പോ മൂച്ചിക്കൽ കഴിഞ്ഞിട്ട് വലിയ പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വലിയ പാടം മൂച്ചിക്കൽ കഴിഞ്ഞു പ്രോപ്പർ. ഇനി പരപ്പനങ്ങാടിന്ന് വരണവർക്കാണെങ്കിൽ പരപ്പനങ്ങാടി കഴിഞ്ഞ് താനൂര് കഴിഞ്ഞ് വട്ടത്താണി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പില് വലിയ പാടം. അപ്പോ ലൊക്കേഷന് വേണ്ടവർക്ക് ഇവര് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വിട്ടാൽ ട്രെയിനും ബസ്സും ഒക്കെ വരുന്ന ഏരിയയാണ്. ഇനിയിപ്പോ നിങ്ങൾ ട്രെയിൻ മാർഗമൊക്കെ വരുന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആകെ ഓട്ടോറിക്ഷയ്ക്ക് ഒരു 10-30 ഉറുപ്പിക കൊടുത്താൽ മതിയല്ലേ? അത്രയും ഉണ്ടാവും. ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവും, 3.5-4 കിലോമീറ്റർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും വണ്ടികള് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വില നോക്കണ്ട കേട്ടോ. ഇവിടെ പറയുന്ന വില നോക്കണ്ട, നിങ്ങൾക്ക് അതിനേക്കാളും വില പൊട്ടിച്ച് കൊടുക്കാം. നിങ്ങൾ ആദ്യം ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പൊട്ടിച്ചു തരും. അപ്പോ എന്തായാലും വീഡിയോ സ്കിപ്പാക്കാതെ നോക്കാം. കുറച്ചൊരു 10-15 വണ്ടിയേ ഉള്ളൂ അല്ലെ? കുറച്ച് വണ്ടികളേ ഉള്ളൂ, 10-15 വണ്ടി. എന്തായാലും ഓരോന്നായിട്ട് കാണിച്ചു തരാം. നേരെ വണ്ടിയിലേക്ക് പോലെ ഇവിടെ ഒരു അലുവക്കണ്ടം പോലത്തെ ഒരു മാരുതി കാറ്, അതും AC ഉള്ള വണ്ടിയാണ്. ബ്രോ, ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2009 മോഡൽ, 29 ലാസ്റ്റ് വരെ പേപ്പറുള്ള MPFI വണ്ടി. 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, MPFI ആണ് അല്ല? MPFI ആണ്. നല്ല മൈലേജ് കൂടുതൽ കിട്ടും, മൈലേജും കിട്ടും. ഓക്കെ, വണ്ടി ഓട്ട കാര്യങ്ങൾ എത്ര ഉണ്ടാവും പറയാൻ കഴിയോ? ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടാവൂല. നിലവില് മെക്കാനിക് എന്തുപാട്? മെക്കാനിക്കും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം മിയത്തിൽ മിയ. ഓക്കെ, വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട്. അതെ. ഓക്കെ, ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമ്മൾ 80 രൂപ ചോദിക്കുന്നുണ്ട്, 75 രൂപക്ക് നമുക്ക് കൊടുക്കല്ലേ? 80 ആസ്കാണ്, 75 പൊട്ടിച്ചും കൊടുക്കാം. MPFA ആണ്, അതും AC വർക്കിംഗ് ആണോ? AC നമ്മള് ഗ്യാസ് അടിക്കാനുണ്ട്, അത് നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കല. ഓക്കെ, അതൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങള് ശരിയാക്കി കൊടുക്കും, അത് കാണിച്ച് തന്നാ മതി അല്ലേ? ഇനിയിപ്പോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവര് ഫുള്ള് ചെക്ക് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാ മതി. അതൊക്കെ റെഡിയാക്കി നിങ്ങൾ കൊടുക്കും. ഓക്കെ, വില തർത്തീപാവും അല്ലെ? വില തർത്തീപാക്കി നമുക്ക് കൊടുക്കാം. നമ്മളെ ആസ്കിങ് ആണ്, നമ്മള് പൊട്ടിച്ച് കൊടുക്കലാണ് മെയിൻ. ഇവിടെ ഒരു നാനോ കാർ കാണിച്ചു കൊടുക്കാം. അതും കാണാൻ നല്ല വൃത്തിയുണ്ട്. മോഡൽ എങ്ങനെയാണ് ബ്രോ? ഇത് 2010 മോഡലാണ്. നമ്മള് പുതിയ 5 കൊല്ലത്തിന് ഫ്രഷ് പേപ്പർ എടുത്ത് കൊടുക്കാം. പുതിയ 5 കൊല്ലത്തെ പേപ്പർ എടുത്ത് കൊടുക്കാം. ഓക്കെ, AC ഉള്ള വണ്ടി. ഓക്കെ, പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. ഓക്കെ, മെക്കാനിക് എന്തുപാട്? മെക്കാനിക്കും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഓക്കെ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. എത്രക്ക് കൊടുക്കത്? നമ്മൾ 50 രൂപ ചോദിക്കണം, എന്തെങ്കിലും അതില് മാറ്റി കൊടുക്കാം. 50 രൂപ ചോദിക്കണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ വ്യത്യാസം പെടുത്തി കൊടുക്കാം. പിന്നെ ഒരു ഗൂഡ്സ് വണ്ടി കാണിച്ചു കൊടുക്കാം. ഗുഡ്സ്, ഇത് മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2017 മോഡലാണ്. 17 വണ്ടി അല്ലേ? 17 സ്റ്റീൽ ബോഡിയും കാര്യങ്ങളൊക്കെ. മഹീന്ദ്രന്റെ ജീറ്റോ പ്ലസ് ജീറ്റോ പ്ലസ് അല്ല. ഓക്കെ,
എത്ര മോഡലാണ്? ഇത് 2017 മോഡൽ. മോഡൽ ഉണ്ട്. ആ ഓക്കെ. ലോണും കയറും. ലോണും കിട്ടും അല്ലേ? ആ ഓക്കെ. ഇത് ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഓട്ടം 1 ചില്ലറ ഓടിയിട്ടുണ്ട്. അതല്ല, ഇത് ഒരു സൈഡ് മാത്രം തുറക്കുന്നത് അതല്ലേ? ബാക്ക് മാത്രം ബാക്കിൽ മാത്രം തുറക്കുന്നത്. ഇത് ചെറിയ ബോഡി അല്ലേ? ചെറിയ ബോഡി. ഇത് ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടാം. ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടാം. അതിനനുസരിച്ച് സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് തുരുമ്പും കാര്യങ്ങളും വരില്ല. സ്റ്റീൽ ബോഡി അല്ലേ? സ്റ്റീൽ ബോഡിയാ. തുരുമ്പൊന്നും കേറൂല. തുരുമ്പൊന്നും കേറില്ല. നിലവിൽ മെക്കാനിക് എന്തുപാട്? മെക്കാനിക്കും കാര്യങ്ങളൊക്കെ മിയ അല്ല. ഓക്കെ. എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് 1.85 ചോദിക്കണം. അതിലെന്തെങ്കിലും പൊട്ടിച്ചും കൊടുക്കും. 1.85 ചോദിക്കുന്നത് പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നിലവിൽ ടാക്സി പെർമിറ്റ് എല്ലാം ഉള്ള വണ്ടിയല്ല? ടാക്സി പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഉണ്ടല്ലോ. അതിന്റെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു കൊല്ലത്തിലല്ലോ പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെ ഒക്കെ അടച്ച വണ്ടിയാ. ഒക്കെ അടിച്ച വണ്ടിയല്ല. ഈ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തു കൊടുക്കുമല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കാം. ഇത് പക്ഷെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട് ഇനി എടുക്കേണ്ട ആവശ്യം വരില്ല. ഒരു കൊല്ലത്തെ എല്ലാ പേപ്പറും എടുത്തതാ. ആയിക്കോട്ടെ. ആവശ്യക്കാര് ഉണ്ടെങ്കിൽ വന്ന് 1.85 ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കും. 1.85 ചോദിക്കുന്നത് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കും. CNG കയറ്റിയ ഒരു വാഹനം ഹോണ്ട സിറ്റി ആണ്. പെട്രോൾ വണ്ടിയാണ്. പെട്രോളിലും ഓടാ, CNGയിലും ഓടാ. എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2008 ആണ്. 28 വരെ പേപ്പറും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. വണ്ടി എന്തുപാട്? വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നല്ല അടിപൊളി കളർ അല്ലേ? അടിപൊളി ഗ്രേ കളർ വണ്ടി. അടിച്ചപൊളി കളർ. 28 വരെ പേപ്പർ ഉണ്ടാവും. 28 വരെ പേപ്പർ ഉണ്ട്. മെക്കാനിക് എന്തുപാട്? മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോ ഇത് എന്ത് റേറ്റ് ചോദിക്കുന്നത്? 1.25 രൂപ ചോദിക്കണ്ട. എന്തെങ്കിലുമൊക്കെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കാം. 1.25 ആസ്ക്. പൊട്ടിച്ചു കൊടുക്കാം. ആവശ്യക്കാർ പറ്റില്ല. ഇന്നോവ കാറാണ്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത വണ്ടി. ടൈപ്പ് 4 മാത്രല്ല കേട്ടോ, ഇത് G4 വണ്ടി വിയിലേക്ക് കൺവേർട്ടഡ്. അതായത് ഫുള്ളി ഫിറ്റിംഗ്സ് കയറിയ വണ്ടി. ഒരുപാട് ഫിറ്റിംഗ്സ്. എത്ര പൈസന്റെ ഫിറ്റ് ഉണ്ടാവും? എങ്ങനെയായാലും ഒന്നിന്റെ അടുത്ത് ഫിറ്റിംഗ്സ് ഉണ്ടാവും. അലോയിലും കാര്യങ്ങളും ഒക്കെ കയറിയ വണ്ടിയാണ്. അലോയ്സ് ഒക്കെ നല്ല കോസ്റ്റ്ലി അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിങ് ഒരുപാട് ഒരുപാട് ഫിറ്റ് കേറിയിട്ടുണ്ട് കേട്ടോ. 1.25 ഫിറ്റ് കേറിയിട്ടുണ്ടല്ലോ. ഫിറ്റ് കയറിയിട്ടുണ്ടാവും. ഓക്കെ. 2000 എത്ര മോഡലാണ്? 2007 മോഡല്. 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും. 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും. ഇതില് ടെസ്റ്റ് ടാക്സും ഇൻഷുറും നമ്മൾ അടച്ചാണ്ട് വണ്ടിയാണ് കൊടുക്കും. പുതിയ ഇൻഷുറും പുതിയ ടാക്സും 5 കൊല്ലത്തിന് ഉണ്ടാവും. അത് നിങ്ങൾ എടുത്തു കൊടുക്കും? നമ്മൾ എടുത്തു കൊടുക്കും. ഇതില് ഈ നിങ്ങൾ പറയുന്ന വിലയില് പിന്നെ ടെസ്റ്റ് എടുത്താൽ എടുക്കണോ? അതായത് ഒരു കൊല്ല അതിനടുത്ത 27 ലാസ്റ്റ് ഒരു 20 ഉറുപ്പിക ചെലവാക്കേണ്ടി വരും അല്ല? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ വില പറഞ്ഞു കൊടുക്കാം. എങ്ങനെയായിരുന്നു ഇത്? 3.25 രൂപ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 3 രൂപ ലെവൽ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3.25 ആസ്ക്. 3 രൂപന്റെ ലെവൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 3 രൂപ കൊടുക്കാം. ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റ് വണ്ടി, അതായത് ഹോണ്ടന്റെ മൊബിലിയോ. ഇത് ഡീസൽ അല്ല. ഡീസൽ ആണെങ്കിൽ 22 മൈലേജ് കിട്ടും. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു 15ന്റെ ഉള്ളിൽ മൈലേജ് ഉണ്ടാവും. ഉള്ളിലുണ്ടാവും അല്ല? മോഡല് എങ്ങനെയായിരുന്നു? ഇത് 2015 മോഡലാ. ഓക്കെ. ഓപ്ഷൻ മീഡിയ ഫുൾ ഓപ്ഷൻ വണ്ടി. കാര്യങ്ങളൊക്കെ വരണ വണ്ടിയാ. ഓക്കെ. ഫുള്ളോട് വണ്ടി അല്ല? ഫുള്ളോട് വണ്ടി. ബട്ടൺ കൺട്രോളും ഒറിജിനൽ കേരള വണ്ടി. തട്ടുമുട്ട് ഇടിയും കുത്തും ഒന്നുമില്ല. പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ട്, അതായത് ഈ ടച്ചപ്പ് പെയിന്റ് കാര്യങ്ങൾ ആക്കാണ്ട്. അതൊക്കെ നമ്മള് പാർട്ട് വരണതിന് മുമ്പ് ചിലപ്പോ നമ്മള് വർക്ക് എടുക്കും. നിങ്ങൾ വർക്ക് എടുക്കാൻ വെച്ച വണ്ടിയല്ല? ഇത് വർക്ക് എടുത്തിട്ടേ കൊടുക്കുള്ളൂ അല്ലെ? വർക്ക് എടുത്തിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. വണ്ടി എഞ്ചിന് മെക്കാനിക് എന്തുപാട്? മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എത്രക്ക് കൊടുക്കത്? നമ്മൾ 3.25 രൂപ ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. 3.25 ചോദിക്കുന്നത് കുറച്ച് കൊടുക്കാം. 3 രൂപ ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു. 3 രൂപ ചോദിക്കണം. എന്തെങ്കിലും പൊട്ടിച്ചും കൊടുക്കാം. 3ന്റെ ഉള്ളിൽ കൊടുക്കാം. 3ന്റെ ഉള്ളില് നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റം. അതും ഫുള്ള് വർക്ക് എടുത്ത് കൊടുക്കാം. വർക്കിന് അവരെന്തെങ്കിലും നമ്മള് ചെറിയൊരു തന്നോട്ടെ. അത് ഇൻക്ലൂഡ് ആക്കേണ്ടി വരുമല്ലോ. അത് നോക്കാം നമുക്ക്. ആള് വരട്ടെ, വന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അല്ല? അപ്പൊ അതിന് എത്രയാണ് എക്സ്പെൻസ് വരുന്നത് അത് നിങ്ങൾ പറഞ്ഞാൽ മതി.
ഓക്കെ ആൾക്കാർ പറഞ്ഞാൽ അവർക്ക് വന്നാ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വണ്ടി കൊടുക്കാം. ആയിക്കോട്ടെ. എന്റെ അന്നത്തെ രാജാവ് സഫാരി. റോട്ടിലെ കിങ്, റോഡ് കിങ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2006 മോഡലാ. 6 വണ്ടി. പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ നമ്മള് പുത്തൻ പുതിയ 5 കൊല്ലത്തിന് പേപ്പർ ഉണ്ട് എടുത്തു കൊടുക്കാം. ഓക്കെ. വണ്ടി എന്തുവാണ്? വണ്ടി മെക്കാനിക്കും കാര്യങ്ങളും ഒക്കെ ഓക്കെ, എഞ്ചിൻ പരമായിട്ടും ഒക്കെ ഓക്കെ. ഇത് 8 സീറ്റാ 10 സീറ്റാ? 8 അല്ലേ? 7 ആണ്. 7 സീറ്റ്. ഓക്കെ, 7 സീറ്റ്. ഓക്കെ. ഇതിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും വിളിച്ചാൽ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു കൊടുത്താളി കേട്ടോ. അലോയ്സും കാര്യങ്ങളും എക്സ്ട്രാ കയറിയ വണ്ടിയാ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ്, ഒരുപാട് വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് എന്തുപാട്? മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓക്കെ ആണല്ലേ? മിയത്തുൽ മിയ. എത്ര ആസ്ക് ചെയ്യുന്നേ? 2 രൂപ ചോദിക്കണ്ട, എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 2 രൂപ ചോദിക്കുന്നുണ്ട്, ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം അല്ല? ഓക്കെ. അപ്പൊ ആള് വരട്ടെ, വന്ന് നോക്കട്ടെ. ലൗറ റാപ്പിഡ് പോയി. ഇത് ലൗറ അല്ല? ഇത് ലോറ. ഓക്കെ. ഇത് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വണ്ടിയാ. സൺറൂഫ് അടുക്ക വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, പറഞ്ഞോളി. ഒരു കുട്ടി രാജാവ്. എത്ര മോഡലായിരുന്നു ഇത്? 2008 മോഡലാണ്. 28 പൗതിക്ക് വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. അല്ല, 2008 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ടാവും. അത് നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം. വണ്ടി വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? വണ്ടി മെക്കാനിക് പരമായിട്ട് എഞ്ചിൻ പരമായിട്ട് ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ഇല്ല. മിയത്തുൽ മിയ അടിപൊളി വണ്ടിയാണ്. വന്ന് വണ്ടി ചെക്ക് ചെയ്ത് നോക്കട്ടെ അല്ലേ? ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഡീസലിൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 20 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. DST ഗിയർ ബോക്സ് ആ. ഓഡി A4 വരുന്ന ഗിയർ ബോക്സ്. DST ഗിയർ ബോക്സ് ആണ്. ഇത് പിന്നെ മാനുവലും കൊണ്ടെടുക്കാം. അതെ. DST ഗിയർ ബോക്സ് ചില ആളുകൾ പ്രത്യേകം നോക്കുന്നുണ്ട്. ഓഡിന്റെ ഗിയർ ബോക്സ് വരിക. അതെ. ഈ സൺറൂഫ് വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ്? 2.25 രൂപ ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു. 2.25 ചോദിക്കുന്നുണ്ട്, പൊട്ടിച്ചെന്നെ കൊടുക്കുക. ആവശ്യക്കാരല്ല വന്ന് നോക്കി. ഇതെവിടെ ഒരു A-Star ആണ് നിങ്ങൾ കാണിക്കുന്നത്, അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013 മോഡലാണ്. മോഡൽ ഉണ്ട്. 13 മോഡൽ 28 വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് എടുക്കുന്ന വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 1ന്റെ അടുത്ത് ഓട്ടം. 1ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അല്ലേ? ഇത് നല്ല വണ്ടിയല്ല? ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടിയാ. 13 വണ്ടി കണ്ടീഷനിൽ ഇറക്കാം. നമുക്ക് ഒരു 1.5 രൂപയ്ക്ക് ലോണും കയറ്റി കൊടുക്കാം. ശ്രീരാം ഫിനാൻസ് നമുക്ക് ലോണും കയറ്റി കൊടുക്കാം. ഒരു 1.5 രൂപയ്ക്ക് ഓപ്ഷൻ VXI വരുന്നതാ. 4 ഡോർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC വരുന്ന വണ്ടി. AC ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ട് ഇടി കുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല? എത്ര കൊടുക്കത്? നമ്മൾ 3 രൂപ ചോദിക്കണം. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. 3 രൂപ ആസ്കിങ് ആണ്. നമ്മള് പൊട്ടിച്ചു കൊടുക്കും. ഒരാൾ വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കോലം വരുത്തി കൊടുക്കാം. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി എന്നാ പറയുന്നത്. 2013 വണ്ടിയാണ് കേട്ടോ. അതും ഓട്ടോമാറ്റിക്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഓട്ടോമാറ്റിക് ആണിച്ചിട്ട് ഗിയർ ബോക്സും കാര്യങ്ങളൊന്നും പൊളിച്ചിട്ടൊന്നും ഇല്ല. നല്ല അടിപൊളി ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ആള് വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. അതെ. ഇവിടെ നല്ല മണിമുത്ത് പോലത്തെ ഒരു സ്കോറിന്റെ വണ്ടി, ചുവന്ന കളറ്. റാപ്പിഡ് ഡീസൽ വണ്ടി. എങ്ങനെയായിരുന്നു? മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവല്. ഓക്കെ. എത്ര മോഡലാ? 2013 മോഡൽ വണ്ടി. 28 വരെ പേപ്പർ ഉണ്ടാവും? 28 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടം 1ന്റെ അടുത്തോ 1 തോടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? റീപ്ലേസും തട്ടുമുട്ടൊന്നുമില്ല. നല്ല ക്ലീൻ പീസ് അല്ലേ? ക്ലീൻ പീസ് വണ്ടി. നല്ല ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? വൃത്തിയുള്ള വണ്ടിയാണ്. റാപ്പിഡ്. നല്ല മെക്കാനിക് ഒക്കെ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ. മിയത്തുൽ മിയ. എത്ര ആസ്ക്? 3 രൂപ ചോദിക്കണേ, എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. 3 രൂപ ആസ്ക് ചെയ്യണ പൊട്ടിച്ചു കൊടുക്കാം. ലോൺ കിട്ടുമോ? ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. ശ്രീരാം ചെയ്യാം. അപ്പൊ ഇതെവിടെ ഒരു കൂട് വണ്ടി, ഒരു ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടി. പിന്നെ ദോസ്ത് അശോക് ലൈലൻഡ് വണ്ടി. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2019 മോഡൽ വണ്ടി. ഓക്കെ. ക്ഷേമനിധിയും ടാക്സ് ഇൻഷുർ നമ്മൾ എടുത്തു കൊടുക്കാം. നമ്മൾ 5.25 രൂപ ചോദിക്കുന്നത്, എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. 19 വണ്ടിയല്ല? 19 വണ്ടിയാണ്. ഓക്കെ. വണ്ടി എന്തുപാട്? വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓട്ടൊക്കെ വല്ലാണ്ടുണ്ടോ? ഓട്ടോ 1ന്റെ പുറത്തുണ്ട്. 1ന്റെ പുറത്തുണ്ടല്ലേ? പിന്നെ
പച്ചക്കറികൾക്ക് ഓടണമെങ്കിൽ അങ്ങനെ ഓടാ, എങ്ങനെ ഓടാ. ഓക്കെ, കൂട് കെട്ടിയ വണ്ടി ആയതുകൊണ്ട് എങ്ങനെയും കൊണ്ടുപോകാൻ എന്ത് സാധനം കൊണ്ടുപോവാം, എന്തും കൊണ്ടുപോകാം നമുക്ക്. ഓക്കെ ഓക്കെ, ആവശ്യക്കാരെ വിളിച്ചോട്ടെ അല്ലെ? വിളിച്ചോട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ചെറിയ പൈസക്ക് ഒരു വാഗണർ, അതും VXI ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോ വരുന്ന വണ്ടിയാ. എങ്ങനെയായിരുന്നു മോഡല്? 2007 മോഡലാണ്. 27 പേപ്പർ ഉണ്ട്, ഫുൾ കട്ട് ടയറൊക്കെ ഉണ്ട്. മെക്കാനിക് എന്തുപാട്? മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സീറ്റ് കവർ ഒക്കെ പഴയതായിക്കണല്ലേ? സീറ്റ് കവർ പഴയതായിക്കണേ. കുറച്ച് ബോഡി ടച്ചപ്പ് കാര്യങ്ങളാക്കേണ്ടി വരും. അടച്ചെടുക്കും. ടാക്സ് ഇൻഷുറൻസ് പുതിയത് അടച്ചുകൊടുക്കാൻ മതി. അടച്ചുകൊടുക്കാം. ഓക്കെ, ഉള്ളു പുറത്തെല്ലാം കുറച്ച് ഇതാക്കാണ്ട്, പരിപാടി ഉണ്ട്, കുറച്ച് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പൊ ആവശ്യക്കാര് വില നമ്മള് 90 രൂപ ചോദിക്കണം. എന്തെങ്കിലും 90 രൂപ വൃത്തിയാക്കി കൊടുക്കോ? നമ്മ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ചെയ്യാം. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാല്, പിന്നെ വന്ന് വണ്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരും കേട്ടോ. ഇവിടെ നല്ല കിതുമത്തിന്റെ ഒരു പെട്ടി പീസ് മഹീന്ദ്രന്റെ സ്കോർപിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും നല്ല ക്വാളിറ്റി വണ്ടി എന്നാ മൂപ്പര് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയിട്ടുണ്ട്. ന്യൂ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഇതിന് മേലെ ഒരു ഫിറ്റിംഗ്സ് കയറല്ലേ, ന്യൂ ടൈപ്പിലേക്ക് കൺവേർട്ട് ആയിട്ടല്ലേ വണ്ടി. അതായത് 2019 ടൈപ്പ് എന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പ് വരും. ഇത് പക്ഷെ ഇതിന്റെ ആദ്യത്തെ ഓണർ 4 ലക്ഷം രൂപേന്റെ ഫിറ്റിംഗ്സ് വണ്ടിമുള്ളത് കേറ്റിക്കണല്ലേ. 4 ലക്ഷം രൂപേന്റെ ഫിറ്റിംഗ്സ് മൊത്തത്തിൽ കയറ്റിക്കണ്. അതിന് പുറമെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ അത് വേറെയും കയറ്റി. അതിന്റെ ഉള്ളിൽ എന്താ ചെയ്തിരിക്കണത്? സ്റ്റിയറിംഗ് മറ്റേ ഇതൊക്കെ മാറിക്കണല്ലോ. അതായത് ഗിയർ നോബ് മുതല് സ്റ്റിയറിംഗ്, ഇന്റീരിയറിന്റെ ഓരോ പാർട്സും ഫുള്ളി ന്യൂ ടൈപ്പിൽ എങ്ങനെയാണോ ഒരു പാർട്സുകൾ വരിക ആ ടൈപ്പ് ആക്കി മുമ്പ്. പിന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, ബമ്പർ അലോയ്സ് കാര്യങ്ങള് മൊത്തത്തില് ടൈപ്പ് വേറെ മൊത്തത്തില് എല്ലാം മാറ്റി എടുത്ത ഒരു ഹൈറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈറ്റ് എടുത്താൽ 2017 എന്ന് പറയുള്ളൂ ആള്. ഒരു ചെറിയതായിട്ടൊന്ന് ഹൈറ്റ് കൂട്ടിയാ 2017 ആയി. 2010 5 കൊല്ലത്ത് പുതിയ പേപ്പർ 5 കൊല്ലം പുതിയ പേപ്പർ എടുത്ത ലാസ്റ്റ് വരെ ഉണ്ട്. എടുത്തു കൊടുക്കാം. പിന്നെ ഇത് ഏത് എഞ്ചിൻ വരുന്ന? DI എംഹോക്ക് എഞ്ചിൻ. എഞ്ചില് നല്ല അടിപൊളി പേപ്പർ എടുത്ത വണ്ടി. ഫിറ്റിംഗ്സ് മെക്കാനിക്കും കാര്യങ്ങളും എഞ്ചിനൊക്കെ ഓക്കെയാണ്. ഒന്നും നോക്കാനല്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കാം. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ്. ഫാൻസി നമ്പർ 7000 നല്ല അടിപൊളി നമ്പർ. കൊയിലാണ്ടി രജിസ്റ്റേർഡ് അല്ലേ? കൊയിലാണ്ടി കേരള വണ്ടി ഉണ്ടല്ലോ, കേരള വണ്ടി അല്ലേ? ഓക്കെ, എത്ര ആസ്ക് ചെയ്യണേ? നമ്മള് 4 രൂപ ചോദിക്കണം, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 4 രൂപ ചോദിക്കുന്നത്, വില കുറച്ച് കൊടുക്കും. ഓക്കെ, നല്ല കിരുമത്തിന്റെ വണ്ടിയല്ലേ? അടിപൊളി വണ്ടിയാ. ഇതെവിടെ ഒരു 7 സീറ്റ് വണ്ടി, അതും ചെറിയ പൈസ കൊടുക്കല്ല ബ്രോ? ചെറിയ പൈസ കൊടുക്കാം. മഹീന്ദ്രന്റെ കോണ്ടോ, അതായത് പിന്നെ സെൻട്രൽ എസിൽ വരുന്ന വണ്ടിയല്ല? ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല? ഫുൾ ഓപ്ഷൻ, അലവില് കാര്യങ്ങൾ, പവർ സ്റ്റിയറിംഗ്, AC 4 ഡോർ വിൻഡോ വരും. ഓക്കെ, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നു മോഡല്? 2013 28 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, മെക്കാനിക് പരമായിട്ട് കംപ്ലൈന്റോ കാര്യങ്ങളോ എഞ്ചിൻ പരമായിട്ട് കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ല. ഈ വന്ന് പാർട്ടിക്കാർ വന്ന് നമുക്ക് ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? നല്ല ക്വാളിറ്റി, മെക്കാനിക് ഒക്കെ പക്ക. കുറച്ച് ഈ പെയിന്റ് കാര്യങ്ങൾ ടച്ചപ്പ് എല്ലാം ആക്കാണ്ടാവും അല്ലെ? ചെറിയ പണിയുണ്ട്, വൃത്തിയാക്കി കൊടുക്കേണ്ടി വരും അല്ലെ? എത്ര ആസ്ക് ചെയ്യണേ? നമ്മള് 2.25 രൂപ ചോദിക്കണം, പൊട്ടിച്ചു കൊടുക്കും. 2.25 ആസ്ക് പൊട്ടിച്ചു കൊടുക്കാം അല്ലെ? ഇതെവിടെ ഒരു ജീപ്പും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ വൈൻഡ് അപ്പ് ലാസ്റ്റ് വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോ. 1983 മോഡൽ വണ്ടി. ഓക്കെ, 29 ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ ഉണ്ട്. ഇത് 4x4 2 വീൽ ഡ്രൈവ് വണ്ടി. 2 വീൽ ഡ്രൈവ് വണ്ടി അല്ലേ? ഓക്കെ, ഫുൾ ഓപ്പൺ എഞ്ചിന്. ഓപ്പൺ 500D എഞ്ചിനാണ്. ഓക്കെ, പവർ സ്റ്റിയറിംഗ് കേറിയ വണ്ടിയാ. ഓക്കെ, ഇത് പുതിയ പേപ്പറിൽ 29 വരെ പേപ്പർ ഉണ്ട്. 29 പേപ്പർ ഉണ്ട്. ഓക്കെ, നല്ലൊരു അടിപൊളി 3 അക്ക നമ്പറും വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ? ഇതിനെത്ര വില? എത്ര നിങ്ങൾ ആസ്ക് ചെയ്യണ? നമ്മള് 2.5 ചോദിക്കണ്ടതിനും പൊട്ടിച്ചു കൊടുക്കല്ലേ? 2.5 ചോദിക്കുന്നത് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോ ഈ വണ്ടിക്ക് വേണ്ടിട്ട് ആരെങ്കിലും വിളിച്ചാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താ. പിന്നെ ചെറിയ വർക്കുകളും കാര്യങ്ങളും ഉണ്ട്, അത് എന്തെങ്കിലും ചെയ്യാം. അത് ആരെങ്കിലും വിളിച്ചാൽ പറഞ്ഞു കൊടുത്താളാ. 2.5 ആസ്ക് ചെയ്യുന്നത്, അതിന്റെ പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.